മോഡൽ എക്സാം ആണ്. അപ്പം ഇതിൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറൊക്കെ എടുത്തിട്ടിരിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യന് നിങ്ങൾ സ്വയം ആൻസർ ചെയ്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോൾ ഓഫ് ഗുഡ് ടീച്ചർ? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേക്കർ ബൈ ഗിവിംഗ് പണിഷ്മെൻറ്റ്, democratic leader all the time, especially during classroom activities. Option C, guide and counselor by understanding students' needs. Option D, motivator and facilitator for all learners. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. നോട്ട് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റോൾ ഓഫ് ഗുഡ് ടീച്ചർ എന്നുള്ളതാണ്. സോ ഏതാണ് വരുന്നത്? സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ മേക്കർ ബൈ ഗിവിംഗ് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഇൻഡക്റ്റീവ് തോട്ട് ഈസ് ഇൻഡ്യൂട്ടീവ് ആൻഡ് ഹപ്ഹസാർഡ് തോട്ട്. ഓപ്ഷൻ ബി, തോട്ട് വിച്ച് ഇൻഫേഴ്സ് എ പ്രിൻസിപ്പിൾ from a series of specific examples or situations. Option C, thought that applies a general set of rules to specific situations. Option D, random and illogical thought. എന്താണ് ഇൻഡക്റ്റീവ് തോട്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇൻഡക്റ്റീവ് തോട്ട് എന്ന് പറയുന്നത് എന്താണ്? ദ തോട്ട് വിച്ച് ഇൻഫേഴ്സ് എ പ്രിൻസിപ്പിൾ ഫ്രം എ സീരീസ് ഓഫ് സ്പെസിഫിക് എക്സാമ്പിൾസ് ഓർ സിറ്റുവേഷൻ. ഒരു സീരീസ് ഓഫ് എക്സാമ്പിൾസ് തന്നിട്ട് അതിൽ നിന്ന് ഒരു തത്വം, ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇത് ഇൻഡക്റ്റീവ് തോട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിഡക്റ്റീവ് തോട്ടാണ് മൂന്നാമത് പറഞ്ഞിട്ടുള്ളത്. തോട്ട് ദാറ്റ് അപ്ലൈസ് എ ജനറൽ സെറ്റ് ഓഫ് റൂൾസ് ടു സ്പെസിഫിക് സിറ്റുവേഷൻസ്. ഓക്കെ, അത് ഏതാണ്? ഡിഡക്റ്റീവ് മെത്തേഡാണ്. Next, the psychologist who proposed the law of effect is Pavlov, Watson, Thorndike, Watson and Rayner. Correct option, option C, Thorndike ആണ്. The psychologist who proposed the law of effect is Thorndike. Next, the gradual weakening of a conditioned response by repeated stimulations without reinforcement is the gradual weakening of a conditioned response by repeated stimulations without reinforcement is gradual weakening ആണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എക്സ്റ്റിങ്ഷൻ, ജനറലൈസേഷൻ, ഡിസ്ക്രിമിനേഷൻ, അഡാപ്റ്റേഷൻ. കറക്റ്റ് ഓപ്ഷൻ എ ആണ്. എക്സ്റ്റിങ്ഷൻ ആണ്. എക്സ്റ്റിങ്ഷൻ പാവ്ലോവിൻ്റെ തിയറിയിൽ വന്നിട്ടുള്ള ഒന്നാണ്. ക്വസ്റ്റ്യൻ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും പ്രാഥമികമായ ആവശ്യം? അക്കോർഡിംഗ് ടു അബ്രഹാം മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, വിച്ച് ഓഫ് ദിസ് ഇസ് ദ മോസ്റ്റ് പ്രൈമറി നീഡ്സ്? ബിലോങ്ങിങ്നെസ്, സ്വന്തം എന്ന ബോധം, ഇൻറ്റിമസി അടുപ്പം, സെൽഫ് ആക്ച്വലൈസേഷൻ ആത്മസാക്ഷാത്കാരം, ഡി സേഫ്റ്റി സുരക്ഷിതത്വം. ഇതിൽ പ്രൈമറി നീഡ് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, സേഫ്റ്റി ആണ്. ഓക്കെ, പ്രൈമറി ആയിട്ട് വരുന്നത് ഏതാണ്? സേഫ്റ്റി ആണ്. നെക്സ്റ്റ്, ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് ഗിവിംഗ് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആസ്ക്ഡ് ഡ്യൂറിംഗ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഇൻ ക്ലാസ് റൂം, ദ ടീച്ചർ ഷുഡ് give the correct answer loudly, ask the student to write the answer 100 times, try to understand why that student was not able to give correct answer. Option D, scold him and give mild punishment. Correct option ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ്. Try to understand why that student was not able to give correct answer എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Next, the factor which do not affect teaching learning process is classroom environment, use of effective methodology, financial status of learner, use of teaching aids. Correct option C ആണ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ലേണർ എന്നുള്ളതാണ്. നെക്സ്റ്റ്, ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഡ്യൂറിങ്
ടീച്ചിങ് സ്ട്രാറ്റജി ഈസ് ഫോർമുലേറ്റഡ് ഡ്യൂറിങ് പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇൻ്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്, എക്സ്പെരിമെൻറ്റേഷൻ. ഏത് സമയത്താണ് ടീച്ചിങ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ പ്രീ ആക്റ്റീവ് സ്റ്റേജ് ആണ്. ഓപ്ഷൻ എ പ്രീ ആക്റ്റീവ് സ്റ്റേജിലാണ് ടീച്ചിങ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ADHD, സെറിബ്രൽ പാൾസി ആൻഡ് ഡൗൺ സിൻഡ്രോം. ഓക്കെ, ഇനി ഇതുമായിട്ട് സെക്കൻഡ് കോളത്തിലുള്ളത് മാച്ച് ചെയ്യാനാണ്. ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് മസിൽസ്, എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് അറ്റൻഷൻ ഡിഫിക്കൽറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ്, most common genetic disorder caused when abnormal cell division results in extra genetic material from chromosome 21. അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായത് തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബിയിൽ ഏതാണ്? A2 വരുന്നത്. ADHD 2 എന്നുള്ളതാണ്. ADHD എന്താണ്? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ്. എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിങ് അറ്റൻഷൻ ഡിഫിക്കൽറ്റി, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ് ആണ്. നെക്സ്റ്റ് ബി സെറിബ്രൽ പാൾസി ഏതാണ്? എ ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് അഫക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് മസിൽസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡൗൺ സിൻഡ്രോം, മോസ്റ്റ് കോമൺ ജനറ്റിക് ഡിസോർഡർ കോസ്ഡ് വെൻ അബ്നോർമൽ സെൽ ഡിവിഷൻ റിസൾട്ട്സ് ഇൻ എക്സ്ട്രാ ജനറ്റിക് മെറ്റീരിയൽ ഫ്രം ക്രോമസോം 21. ഇതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഇത് തന്നെയാണ് സെറിബ്രൽ പാൾസി. ഇതാണ്. ഓക്കെ, ഇതാണ് സെറിബ്രൽ പാൾസി. നെക്സ്റ്റ് ഒരു ബീജഗണിത ക്ലാസ്സിൽ, അതായത് ആൽജിബ്ര ക്ലാസ്സിൽ പ്രശ്നപരിഹരണത്തിന് പ്രോബ്ലം സോൾവിങ്ങിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? ഹ്യൂറിസ്റ്റിക്സ്, അൽഗോരിതം, ശ്രമപരാജയ രീതി, മാർഗവും അന്ത്യവും വിശകലനം ചെയ്യൽ, അതായത് മെയിൻസ് എൻഡ് അനാലിസിസ്. കറക്റ്റ് ഓപ്ഷൻ ബി അൽഗോരിതമാണ്. കറക്റ്റ് ഓപ്ഷൻ ബി അൽഗോരിതം. നെക്സ്റ്റ് തെറ്റായ ജോഡി കണ്ടെത്തുക. സെലക്ട് ദ പെയർ വിച്ച് ഈസ് റോങ്. ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഫ്രൂയിഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജേഴ്സ്, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് BF സ്കിന്നർ. തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട് എന്നുള്ളതാണ്. ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട് എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. കാരണം ആൽപോർട്ട് ടൈപ്പ് അപ്രോച്ച് അല്ല, ട്രെയ്റ്റ് അപ്രോച്ചാണ്. സൈക്കോ അനലിറ്റിക് തിയറി ഫ്രൂയിഡ് ആണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജേഴ്സ് ആണ്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് BF സ്കിന്നർ ആണ്. സോ ട്രൈറ്റ് അപ്രോച്ചാണ് ആൽപോർട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് സ്ത്രീ പുരുഷ പെരുമാറ്റത്തെക്കുറിച്ചുള്ള സാംസ്കാരികമായ പ്രതീക്ഷയാണ് ഡാഷ്. ഡാഷ് ഈസ് ദ കൾച്ചേഴ്സ് എക്സ്പെക്റ്റേഷൻസ് ഫോർ മസ്കുലിൻ ഓർ ഫെമിനിൻ ബിഹേവിയർ. ഓപ്ഷൻ എ ജെൻഡർ റോൾ, ഓപ്ഷൻ ബി ജെൻഡർ ഐഡൻറ്റിറ്റി, ഓപ്ഷൻ സി ജെൻഡർ ബയാസ്, ഓപ്ഷൻ ഡി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. എന്താണ്? കൾച്ചറിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ എ ജെൻഡർ റോളാണ്. കറക്റ്റ് ഓപ്ഷൻ ജെൻഡർ റോളാണ്. ജോഡി കണ്ടെത്താനുള്ളതാണ്. കണ്ടെത്തൽ പഠനം, അതായത് ഡിസ്കവറി ലേണിംഗ് ജെറോമസ് ബ്രൂണർ, മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് അർത്ഥപൂർണമായ സ്വീകരണ പഠനം ഏതാണ്? ഡേവിഡ് ഒസബൽ. നിരീക്ഷണ പഠനം BF സ്കിന്നർ, ഒബ്സർവേഷണൽ ലേണിംഗ് BF സ്കിന്നർ, ശ്രമപരാജയ പഠനം EL തോണ്ടേക്ക്. ഇവിടെ തെറ്റായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി നിരീക്ഷണ പഠനം BF സ്കിന്നർ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അതാണ് ഇതിൽ തെറ്റായ ജോഡി. ഓക്കെ, നിരീക്ഷണ പഠനം BF സ്കിന്നർ അല്ല എന്നുള്ളതാണ്. ബാക്കി 3 ഓപ്ഷൻസും ഡിസ്കവറി ലേണിംഗ് ജെറോമസ് ബ്രൂണർ ആണ്. അർത്ഥപൂർണമായ സ്വീകരണ പഠനം അഥവാ മീനിങ് ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഡേവിഡ് ഒസബൽ ആണ്. ട്രയൽ ആൻഡ് എറർ EL തോണ്ടേക്ക് ആണ്. SS എജ്യുവൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് KTETന്റെ ഒരു മോഡൽ എക്സാമുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്.